അല്ല, കോൺഗ്രസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി എന്നുള്ള ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ അംഗം തന്നെയാണ്, ആയിരുന്നു. പക്ഷേ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കൊന്നും നമ്മളങ്ങനെ രംഗത്തുണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. കോളേജ് കാലത്ത് എന്റെ KSU പ്രവർത്തനമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പരിഗണിച്ചിട്ടല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാർ എനിക്കൊരു ഔദ്യോഗിക സ്ഥാനം നൽകിയത്. ഞാൻ ആ സർക്കാരിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ അംഗമൊന്നുമല്ല. അവിടെ 2022 കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആണ് എനിക്ക് അങ്ങനെ ഒരു നിയമനം വന്നത്. 2022 ഞാൻ കോളേജ് കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു 35 വർഷം മുമ്പ് ഈ ഒരു KSU പാനലിലൊക്കെ മത്സരിച്ച ആള്. പക്ഷെ പിന്നീട് PA ബക്കറിന്റെ സഖാവ് P കൃഷ്ണപിള്ള എന്ന സിനിമ ചെയ്തപ്പോൾ അങ്ങനെയാണ് സഖാവിന്റെ ജീവിതം അടുത്തറിയുന്നതും സഖാവിന്റെ ജീവിതത്തിന്റെ ആ ഒരു വിശുദ്ധിയും ലാളിത്യവും അദ്ദേഹത്തിന്റെ വിപ്ലവവീര്യവും വിപ്ലവ പോരാട്ടവും സാധാരണ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വിപ്ലവത്തിന്റെ ആ ഒരു വലിയൊരു തേജസ് എന്ന് പറയാം. അപ്പൊ ആ ഒരു വ്യക്തിത്വത്തിൽ അതൊരു അഭിനയിച്ച കഥാപാത്രം അതെന്റെ നിലപാടുകളെയും അഭിപ്രായങ്ങളെയും ചിന്തകളെയും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ശരിക്കും കമ്മ്യൂണിസം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. ഇപ്പൊ കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിക്കുന്നു. അതൊരു വലിയ വിമോചന ഒരു ശാസ്ത്രമാണ് കമ്മ്യൂണിസം. എല്ലാ മനുഷ്യർക്കും ഒരു തുല്യത വിഭാവനം ചെയ്യുന്ന, എല്ലാ മനുഷ്യർക്കും നല്ലൊരു നാളെ വിഭാവനം ചെയ്യുന്ന, എല്ലാ മനുഷ്യരുടെയും ഒരു വിമോചനത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ, അധ്വാനിക്കുന്നവന്റെ, പാവപ്പെട്ടവന്റെ, ദരിദ്രന്റെ പക്ഷം നിൽക്കുന്ന, ജനങ്ങളുടെ പക്ഷം നിൽക്കുന്ന അങ്ങനെ ഒരു വലിയ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തോട് എനിക്കിന്നും ഇപ്പോഴും എപ്പോഴും അനുഭവമുണ്ട്. അതൊരിക്കലും എന്റെ മനസ്സിൽ നിന്നൊരിക്കലും മായാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷെ എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളല്ല. അപ്പോൾ എന്റെ ആ ഒരു ഇടതുപക്ഷ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയങ്ങൾ ഉള്ളിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ എന്റെ ചില ലേഖനങ്ങൾ അത് ഇന്ധന വില വർധനവിനെ കുറിച്ച്, കർഷക സമരത്തെക്കുറിച്ച്, അതുപോലെ ഫാസിസത്തിന് എതിരെ ഇങ്ങനെയുള്ള ചില മനുഷ്യപക്ഷ നിലപാടുകളുമായിട്ടുള്ള ചില ലേഖനങ്ങൾ ചില പത്രമാധ്യമങ്ങളിൽ വന്നു. അത് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് അതുപോലെ ഒരു P കൃഷ്ണപിള്ള ദിനത്തിന് ഒരു ഓഗസ്റ്റ് 19 ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ സഖാവ് എന്നെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്ന ഒരു ലേഖനം അത് ഞാൻ എഴുതുകയുണ്ടായി. അപ്പോ എന്റെ ഒരു നിലപാടുകളും ഒക്കെ അത് പ്രസ്ഥാനവുമായി ചേരുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്റെ ഈ നിലപാടുകൾ, അഭിപ്രായങ്ങൾ, ഈ ശക്തമായ ചില പ്രതികരണങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണ് സഖാവ് നമ്മുടെ കോടിയേരി സഖാവിനെ ഈ ഒരു പദവിയിലേക്ക് നിയമിച്ചത്. അതൊരു 2.5 വർഷക്കാലത്തോളം ഞാനത് നിർവഹിച്ചു. അപ്പോഴാണ് നമ്മുടെ മുൻ ചെയർമാന്റെ ആ ഒരു ചെറിയ ഒരു വിഷയത്തിൽ ബന്ധിച്ച് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറുന്നു. അപ്പോ ഒരു താൽക്കാലികമായ ഒരു ചുമതല ആ സമയത്ത് അത് എന്നിലേക്ക് വന്നു ചേരുകയാണ്. അപ്പൊ ഇതൊന്നും ഞാനിതിന്റെ പുറകെ ആവശ്യപ്പെട്ടതൊന്നുമല്ല, അതെനിക്ക് വന്നതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ചുമതലയിലേക്ക് വന്നു. അത് ചെയർമാന്റെ പദവിയാണ്. ആ ചെയർമാന്റെ പദവിയിൽ ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളം തുടർന്നു. അപ്പോഴാണ് കഴിഞ്ഞ 29ാമത് IFFK നടക്കുന്നത്. അതൊക്കെ നടന്നു. അതിന്റെ സംസ്ഥാന പുരസ്കാരം നടന്നു. പിന്നെ ഈ സിനിമ കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ നമ്മുടെ ചലച്ചിത്ര സിനിമാ നയ രൂപീകരണ സമിതിയിൽ അംഗമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ, മറ്റ് അക്കാദമിയുടെ ഇതരമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ സിനിമാ കോൺക്ലേവും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് ഞാൻ അറിയുന്നത് എന്നെ ഈ ചുമതലയിൽ നിന്നും മാറ്റി. അത് എന്താണ് കാരണമെന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പത്രമാധ്യമങ്ങളിൽ നിന്നും എന്റെ മറ്റടുത്ത ചില പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അറിഞ്ഞത് കുറച്ചു മുമ്പ് ഒരു 5-6 മാസം മുമ്പ് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ഒരു ചടങ്ങ്. അത് വളരെ അനൗപചാരികമായ ഒരു സംഭാഷണമാണ്. നമ്മൾ കൊച്ചിയിൽ ഈ ഡിസംബർ 20 നടന്ന ഒരു സാംസ്കാരിക സംഗമം, അന്താരാഷ്ട്ര സാംസ്കാരിക സംഗമം, അതിന്റെ ഒരു ആലോചനാ യോഗം സഖാവ് MA ബേബി അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറിയായി ചുമതലയെടുത്തപ്പോൾ നമ്മുടെ ആദരണീയനായിട്ടുള്ള സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തുടങ്ങി അവരൊക്കെയുള്ള ഈ സാംസ്കാരിക സ്ഥാപനങ്ങളിലെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നൽകിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു അനൗപചാരികമായ ഒരു സംഭാഷണം.
അവിടെ വെച്ചിട്ട് പല കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു മാനവികതയും മനുഷ്യസ്നേഹവും സഹജീവി സ്നേഹവും ഒക്കെ വിളംബരം ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ഒരു സാംസ്കാരിക സംഗമം കൊച്ചിയിൽ നടക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോ പെട്ടെന്ന് ഞാൻ ഒരു അഭിപ്രായമായിട്ട് പറയും. പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ചു കാലമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്ന കുറച്ചുപേര്, നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് സഹോദരിമാർ, അവർ ഇങ്ങനെ സമരം ചെയ്യുകയാണ്. അപ്പോൾ അവര് തലമുട്ടയടിച്ചും മുട്ടിലിഴഞ്ഞും അവിടെ കഞ്ഞി വെച്ച് കുടിച്ചും നിരാഹാര സമരം ഇങ്ങനെ നടത്തുന്നത്, അതൊരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുമ്പിൽ വന്ന് അവരിങ്ങനെ അത് ചെയ്യുകയാണ്. അതൊരിക്കലും നമ്മളതങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഇത് നമ്മളിങ്ങനെ ഒരു സാംസ്കാരിക പശ്ചാത്തലം, മാനവികതയും മനുഷ്യസ്നേഹവും ഒക്കെ പശ്ചാത്തലമാക്കി നമ്മളൊരു സംഗമം നടത്തുമ്പോൾ അതിനു മുമ്പായിട്ട് അങ്ങ് അഖിലേന്ത്യാ സെക്രട്ടറി ആയ സമയത്ത് ഇതിലൊന്ന് ഇടപെട്ട് ഇതൊന്ന് പരിഹരിക്കാൻ അങ്ങ് ഒരു നടപടിയെടുക്കണം. അതല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഗവൺമെന്റിനൊക്കെ അതൊരു ദോഷം ചെയ്യും. ഒരു പൊതുസമൂഹത്തിൽ ഒരു വല്ലാത്തൊരു വികാരം അത് ഉണ്ട്. അത് ഈ സ്ത്രീകൾക്ക് അവർക്ക് അനുകൂലമായി അവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവരെന്തോ അവര് മറ്റു പല രാഷ്ട്രീയ ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, അവർ എന്ത് രാഷ്ട്രീയമോ ആയിക്കോട്ടെ, അവരെങ്ങനെയുള്ള ആൾക്കാരോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെയുള്ള കുറെ സ്ത്രീകളാണ്. അപ്പൊ അവരുടെ സമരം ഒരിക്കലും നമ്മൾ എന്ത് കാരണം പറഞ്ഞാലും അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഉചിതമല്ല. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം, അത് അങ്ങ് ഇടപെടണം എന്ന് വളരെ സതുദ്ദേശത്തോടെ പോസിറ്റീവായി പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. അത് എന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആരോ പത്രങ്ങൾക്ക് അന്ന് അത് ചോർത്തിക്കൊടുത്തു. പിറ്റേ ദിവസത്തെ മനോരമയിലും മാതൃഭൂമിയിലും എല്ലാം വലിയ തലക്കെട്ടിൽ വാർത്ത വന്നു. ഇങ്ങനെ പ്രേംകുമാർ ഈ ഒരു വിഷയത്തിൽ അവരെ ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, സമരം പരിഹരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചു. അത് ഒരു വല്ലാത്ത ഒരു ചർച്ചയായി മാറി. അതൊരു ഗവൺമെന്റിനെതിരെ പോലെ ഉള്ള ഒരു വിമർശനം എന്നൊക്കെ രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അതൊന്നും അതിനെക്കുറിച്ചൊന്നും ഒരു വിശദീകരണവും ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ഇത് ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാനൊരു മൈക്ക് വെച്ച് കെട്ടി അവരോട് പറഞ്ഞതല്ല. ഇത് വളരെ സൗഹൃദമായ ഒരു സംഭാഷണത്തിനിടയിൽ പറഞ്ഞ കാര്യം ആരോ അത് പത്രത്തിന് കൊടുത്തു. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ശരി, പിറ്റേ ദിവസം വാർത്തയായി. ആ വാർത്ത വന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മനോരമയിൽ വാർത്ത വരുന്നു, ചലച്ചിത്ര അക്കാദമിയിൽ പുതിയ ചെയർമാൻ വരുന്നു. അപ്പോൾ അതൊരു 3-4 പേരുകളുടെ ഒരു ഇത് കാണിച്ചിട്ട് അതിൽ ഇപ്പോ വന്ന നിയുക്തനായ ചെയർമാന്റെ പേരുൾപ്പെടെ, അത് നിങ്ങളുടെ ഫയലുകളിൽ കാണുമല്ലോ, മനോരമയുടെയൊക്കെ ഫയൽ ഇത് കാണാം. ഇത് വന്ന് ഒരു 3-4-5 ദിവസത്തിനകത്താണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പൊ തന്നെ ഞാൻ നേരെ സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിൽ ചെന്നു. ഇതിനൊരു വ്യക്തത വരുത്തി തരേണ്ടതുണ്ട്. കാര്യം ഇങ്ങനെ ഒരു പുതിയ ഒരു പുനഃസംഘടന വരുന്നു, ഒരു മാറ്റം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഓഫീസിൽ പിന്നീട് നമുക്ക് പോയി പ്രവർത്തിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. കാര്യം മറ്റ് നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ആ രീതിയിലായിരിക്കും. അദ്ദേഹം എന്തായാലും മാറാൻ പോകുന്ന ആളോ പുതിയൊരു ആൾ വരും. അപ്പൊ ഇത് ഒരു അവ്യക്തത ഇങ്ങനെ തുടരുമ്പോൾ ഞാൻ ആ മന്ത്രിയുടെ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ചോദിച്ചു, ഇതിനൊരു വ്യക്തത വരുത്തണം. നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയ ചെയർമാനെ വെക്കണമെങ്കിൽ അത് വെച്ചോളൂ, അത് A or B, അതെന്റെ എന്റെ വിഷയമല്ല. പക്ഷെ അത് നിങ്ങളൊരു വ്യക്തത വരുത്തിയിട്ട് അത് നിങ്ങളത് പ്രഖ്യാപിക്കണം എന്താണെന്നുള്ളത്. അത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. പക്ഷെ അത് അങ്ങനെയൊന്നുമില്ല, അത് വെറും മാധ്യമ വാർത്തകളാണെന്ന് പറയും. ശരി, വീണ്ടും എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ സജീവമായിട്ട് പോകുന്ന സമയത്താണ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം മാധ്യമങ്ങളിലൂടെ ഞാൻ ഈ വിവരം അറിയുന്നത്. എന്റെ വിഷയം ഇതവിടെ ഒരു കാലാവധി എന്നോ സാങ്കേതികമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, സാങ്കേതികമായ കാലാവധി. പക്ഷെ കാലാവധിയൊക്കെയാണ് ഒരു വിഷയമെങ്കിൽ ഇവിടെ ഇന്നിപ്പോൾ ഉള്ള എല്ലാ അക്കാദമികളും എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും കാലാവധി തുടരുകയാണ്. കാലാവധി കഴിഞ്ഞിട്ട് എത്രയോ ആയി. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കുന്നു, അതൊന്നും എന്റെ വിഷയമല്ല. അപ്പൊ മാറ്റിയത് എന്റെ വിഷയമേ അല്ല. അത് ഞാൻ കൂടി അവിടെ അടുത്ത് പറഞ്ഞതാണ്. ഒരു പുതിയ ചെയർമാനായിട്ട് താൽക്കാലിക ചുമതലയിലുള്ള ഒരാളല്ല, ഒരു ചെയർമാന്റെ പൂർണ്ണ പദവിയുള്ള ഒരാളുണ്ട്. അയാൾക്ക് മാത്രമേ അവിടെ കൃത്യമായി പ്രവർത്തിക്കാനും പറ്റൂ. അപ്പോൾ ഇത് പറഞ്ഞത് ആണ് ഇപ്പോൾ ഈ ആശ്വാസമരത്തിന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് വിഷയമെന്ന് പറയുന്നു. അതാണ് വന്ന വാർത്ത. അപ്പൊ എന്റെ വിഷയം അതാണ്. നിങ്ങൾ ക്ലാരിറ്റിയോട് കേൾക്കണം, അത് ക്ലാരിറ്റിയോട് പറയേണ്ടത്. ഒരു സ്ഥാപനത്തിൽ 4 വർഷത്തോളം വളരെ ആത്മാർത്ഥമായി, സത്യസന്ധമായി, സുതാര്യമായി, ഏറ്റവും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച ഒരു വ്യക്തി, മറ്റൊരു പരാതിയും എന്നെക്കുറിച്ചില്ല, ഏതെങ്കിലും ഒരു ആക്ഷേപം എന്നെക്കുറിച്ച് അവിടെ പറയാനില്ല. മന്ത്രി തന്നെ പലതവണ എന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ഗംഭീരമായ പ്രവർത്തനമായിരുന്നു പ്രേംകുമാറിന്റെതെന്ന് പ്രശംസിച്ച പശ്ചാത്തലത്തിൽ എന്ത് അടിയന്തര സാഹചര്യമാണ് അന്ന് എന്നെ പുറത്താക്കാനുള്ളത് എന്ന ഒരു ചോദ്യം നിൽക്കുന്നു. ഓക്കെ, പുറത്താക്കി. പക്ഷേ ഇത്രയും ആത്മാർത്ഥമായിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാൾ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് 2.5 വർഷത്തോളം മാസം വെറും 10,000 രൂപയാണ് ഓണറേറിയം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ഈ ആശാസമരത്തിൽ പങ്കെടുത്തവർക്ക് പോലും ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ആ ഒരു റെമ്യൂണറേഷൻ പറ്റിക്കൊണ്ട് സിനിമകളധികം അങ്ങനെ ചെയ്യാതെ അത്രയും ആത്മാർത്ഥതയോടെ ചെയ്ത ഒരാൾ
അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം ചെയർമാന്റെ ഇത് വന്നതിന് ശേഷം പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് ചെയർമാന്റെ ഒരു ഓണറേറിയം കിട്ടുന്നത്. എന്ത് തന്നെയായിരുന്നാലും ശരി, ഇതിൽ ഒരു പരാതിയും ഞാൻ ഒരു പൈസ പോലും കൂട്ടി ആവശ്യപ്പെട്ടില്ല. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു. ഇതിനിടയ്ക്ക് എനിക്ക് ചില സിനിമാ താരം എന്നുള്ള നിലയ്ക്കൊക്കെ ചില ഫംഗ്ഷനൊക്കെ വിളിക്കുമ്പോൾ അവർ നൽകുന്ന പ്രതിഫലം, ഇതൊക്കെയാണ് എന്റെ ഒരു വരുമാന മാർഗമായിരുന്നു ആ സമയത്ത്. ഞാൻ അവിടെ ഇത്രയും ഇതായിട്ട് പിന്നെ വർക്ക് ചെയ്ത ഒരാൾ അവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ പുറത്താകുന്ന വിവരം അത് പത്രമാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്ന ഒരു ചെയർമാന്റെ ഗതികേട്, പത്രമാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്ന ചെയർമാന്റെ ഗതികേട്, അതാണ് എന്റെ വിഷയം. അതെന്റെ ആത്മാഭിമാനത്തിന് ഏറ്റവും വലിയ മുറിവാണ്. ഒരു കലാകാരനല്ലേ ഞാൻ, ഒരു കലാപ്രവർത്തകൻ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, അപ്പൊ എന്താണ്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഈ കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് പല വേദികളിലും പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് എഴുത്തുകാരന്റെ എഴുതാനുള്ള സ്വാതന്ത്ര്യമോ കലാകാരന്റെ കലാസൃഷ്ടികൾക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമോ മാത്രമല്ല, അത് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. ഈ വിമർശനവും സ്വയം വിമർശനവും അതിലൂടെ തിരുത്തലുകളും അതൊക്കെയാണ് സഖാവ് പി കൃഷ്ണപിള്ളയാണ് എന്നിലൊരു കമ്മ്യൂണിസ്റ്റ് ചിന്ത ഉണ്ടാക്കിയത്. അപ്പൊ സഖാവ് പി കൃഷ്ണപിള്ള പറയുന്ന അദ്ദേഹത്തിന്റെ ഇതിലെല്ലാം വിമർശനം, സ്വയം വിമർശനം, അത് ഉൾക്കൊള്ളുക, അതിലൂടെ തിരുത്തുക, എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആത്മപരിശോധന നടത്തി മുന്നോട്ട് അത് കറക്റ്റ് ചെയ്യുക. അപ്പൊ നമ്മളൊരു അഭിപ്രായം പറഞ്ഞു, സത്യമാണ്, പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം. പിറ്റേ ദിവസം പത്രങ്ങളിൽ എല്ലാവരും ചോർത്തി കൊടുത്ത് അത് വന്നതാണ്, സത്യമാണ്. പക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അത് പുറത്താക്കുന്നു. അത് ഒരു ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അപഹാസ്യമായ ഏറ്റവും വലിയ ഒരു ഗതികേടാണ്. അപ്പൊ അത് എന്റെ ആത്മാഭിമാനത്തിന് ഏൽപ്പിച്ച ഒരു വലിയ മുറിവുണ്ട്. ആ മുറിവ് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ വിഷയം. അതൊക്കെ അദ്ദേഹം പറയട്ടെ. ഈ 6 മാസക്കാലമായി ഇപ്പോൾ അവിടെ നിന്ന് എന്നെ പുറത്താക്കിയിട്ട്, ഈ 6 മാസം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങൾ ഒരാൾ പോലും, ഏറ്റവും താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഈ നിമിഷം വരെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഈ വിഷയത്തിൽ എനിക്ക് ലഭിച്ചിട്ടുമില്ല, ഈ നിമിഷം വരെ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. അന്ന് ഞാൻ ഈ ആശാസമരത്തെക്കുറിച്ച് സൂചിപ്പിച്ച ആ സാംസ്കാരിക സംഗമം അത് ഡിസംബർ 20 മുതൽ കൊച്ചിയിൽ നടന്നു. നിങ്ങളറിയണം, ആ സാംസ്കാരിക സംഗമത്തിന്റെ ഒരു അറിയിപ്പ് പോലും എനിക്ക് നൽകിയില്ല, ഒരു ക്ഷണം പോലും എനിക്ക് നൽകിയില്ല. പിന്നീടുള്ള ഒരു പരിപാടികൾക്ക് പിന്നെ അവർ ആ രീതിയിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സിനിമാ കോൺക്ലേവ്, സിനിമാ നയരൂപീകരണ സമിതിയിലെ അംഗമാണ് ഞാൻ. ആ സിനിമാ നയരൂപീകരണ സമിതിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ കോൺക്ലേവിന് ശേഷം പിന്നെ എന്നെ അവിടുന്ന് പുറത്തായതിനു ശേഷം ഒരു കാര്യം എന്നെ അറിയിച്ചിട്ടില്ല. സിനിമാ നയരൂപീകരണ സമിതിയിലെ എല്ലാ ചർച്ചകളിലും സിനിമാ സംഘടനകൾ, ടെലിവിഷൻ സംഘടനകൾ, എല്ലാ സംഘടനകളും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളുമായി നിരന്തരം ചർച്ചകൾ, അത് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ഇങ്ങനെ നിരന്തരം എല്ലാ ചർച്ചകളും നടത്തി അതിലെല്ലാം അവരുമായിട്ട് സംവദിച്ച ഒരാൾ, ചലച്ചിത്ര നയരൂപീകരണ സമിതി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ച, നമുക്ക് നമ്മുടെ നിർദ്ദേശങ്ങളൊക്കെ അത് കൊടുത്ത ആ ആളിനെ ഇപ്പോ അതിന്റെ ഒരു വിവരം പോലും അറിയിച്ചിട്ടില്ല. മറ്റൊന്നും കൂടിയുണ്ട്. എന്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന കഴക്കൂട്ടത്ത് തൊട്ടപ്പുറത്ത് ഒരു 3-4 ദിവസം മുമ്പ് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് വന്നു, ഒരു ഓഡിറ്റോറിയം, ഒരു ഉദ്ഘാടനത്തിന്. ആ പരിപാടി തൊട്ടപ്പുറത്തുള്ള എന്നെ അറിയിച്ചിട്ടില്ല. ഒരു അറിയിപ്പ് തരാമല്ലോ, എന്നെ ക്ഷണിക്കണ്ട, ഒരു അറിയിപ്പ് തരാം. ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കോർപ്പറേഷന്റെ ഒരു സോണൽ ഓഫീസ് കഴക്കൂട്ടം, അവിടെ ഒരു വലിയൊരു ലോഡ്ജും എല്ലാം കൂടി ചേർന്ന് ഒരു വലിയൊരു സമുച്ചയം, ദാക്ഷായണി വേലായുധൻ മെമ്മോറിയൽ, ഒരു വലിയ സമുച്ചയം, അതിന്റെ ഉദ്ഘാടനം ഈ കഴിഞ്ഞ മാസം അത് നടന്നു. തൊട്ടപ്പുറത്തുള്ളതാണ്. അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. അതെന്നെ അറിയിച്ചില്ല. അപ്പൊ ഇത് പൂർണ്ണമായും എന്നെ അവഹേളിക്കുന്ന ഒരു സമീപനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാനൊരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്പേസിൽ എങ്ങനെയാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ഞാൻ പിന്നെ ഒരു നിലപാടുകൾ പറയുന്നത് ഇന്നോ ഇന്നലെയല്ല. സെക്രട്ടേറിയറ്റ് നടയിൽ മുമ്പ് ആദിവാസി സമരം നടക്കുമ്പോൾ ഞാൻ അവിടെ പോയി അവർക്ക് അഭിവാദ്യം അർപ്പിച്ച ആളാണ്. എൻഡോസൾഫാൻ സമരം നടക്കുമ്പോൾ അവിടെ പോയിട്ട് ഞാൻ ദയാബായിയൊക്കെ വന്നപ്പോൾ അവിടെ അഭിവാദ്യം അറിയിച്ച ആളാണ് ഞാൻ. അതുപോലെ മറ്റ് കരിമണൽ സമരമായിരുന്നാലും
തുടങ്ങിയ എല്ലാ അത്തരം സമരങ്ങളുടെയും ഒക്കെ ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അതൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ, ഒരു സാധാരണ കലാപ്രവർത്തകൻ. ഞാൻ വന്നത് നാടകങ്ങളിൽ നിന്നാണ്, നാടകത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൂടിയാണ് ഞാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഇയാള് എന്തോ അധികാരം പോയപ്പോ എന്തോ അയാൾക്ക് എന്തോ ഒരു പ്രശ്നമായി, ഒരു സ്ഥാനം പോയപ്പോ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 35 വർഷത്തോളമായി ഞാൻ ഒരു സഹയാത്രികനായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും ഒരു സാംസ്കാരിക മുഖമായിട്ടുണ്ടായിരുന്ന ആളാണ്. 35 വർഷം. നിങ്ങൾ ഏതെങ്കിലും അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രേംകുമാർ എന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെ? ഇത് കൊടിയേരി ബാലകൃഷ്ണൻ സഖാവ് എന്നെ ഒരു ഇത് ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം അത് ഞാൻ തുടർന്നതാണ്. ഇനി എനിക്കങ്ങനെ ഒരു അധികാര കൊതിയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോടുള്ള കൊതിയോ ആണെങ്കിൽ ഞാനിപ്പോ മറ്റു സാംസ്കാരിക നായകന്മാർ മൌനം പാലിക്കുന്നത് പോലെ വായില്ലാ കുന്നിൽ അപ്പനായി ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാതെ എന്റെ കാര്യം നോക്കി ഞാൻ ഇരുന്നാ പോരെ? ആശാസമരം പരിഹരിക്കണമെന്ന് ഞാൻ എന്തിനാ ആവശ്യപ്പെടണം? അങ്ങനെ ആവശ്യപ്പെടാതിരുന്നെങ്കിൽ, നിശബ്ദനായിരുന്നെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒരു അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ പറ്റുമായിരുന്നല്ലോ. അപ്പൊ അത് വേണ്ട, അത് പോയാലും പോട്ടെ, എന്റെ അഭിപ്രായം പറയണം എന്ന ധീരമായ ഒരു നിലപാടാണ് ഞാൻ എടുത്തത്. അപ്പൊ ഒരു സ്ഥാനമാനം എന്ന് പറയുന്നത് ഒരു വലിയ ഇപ്പൊ കുറെ സൈബർ പോരാളികളൊക്കെ എനിക്കെതിരെ വന്ന ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ഞാനാണെന്ന രീതിയിൽ ചിത്രീകരിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സിനിമയും ഇല്ലാതിരുന്ന ഒരുത്തൻ, ഒരു കോമാളി വേഷങ്ങൾ ചെയ്ത ഒരുത്തൻ, ഒരു വട്ടപൂജ്യം. ശരിയാണ്, ഞാനൊരു നിസ്സാരനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു നിസ്സാരനായ ഒരു മനുഷ്യനെ, ഒന്നുമല്ലാത്ത ഒരാളെ, ഇത്രയും വലിയ ഒരു ബുദ്ധിമാന്മാരും ബുദ്ധിജീവികളും ഒക്കെയുള്ള ഒരു മഹാപ്രസ്ഥാനം അവരുടെ ഒരു സാംസ്കാരിക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ തലപ്പത്തിരുത്തി എന്ന് പറയുന്നത് അത് അവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാമോ? അപ്പൊ ഒരു കഴിവുമില്ലാത്ത, ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, യാതൊരു ഇതുമില്ലാത്ത വെറും ഒരു എന്താണ് മരവാഴ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തേണ്ട ഒരു സ്ഥാനമാണോ ഇത്? അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തിയെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? അപ്പൊ അവര് അത് അങ്ങനെ ചെയ്യുമോ? ഇങ്ങനെ ഒരു മഹാപ്രസ്ഥാനം ആശയ സംവാദങ്ങളുടെയും ഒരു പുരോഗമന ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിനുമൊക്കെ ഏറ്റവും ഇങ്ങനെ ഒരു വലിയ ഊർജ്ജം നൽകുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഒരു ഒന്നുമല്ലാത്ത ഒരുത്തനെ പിടിച്ച് ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇരുത്തും എന്ന് അത് എനിക്കെന്തായാലും കരുതാൻ വയ്യ. അപ്പൊ എന്തോ ഉണ്ട്. ഇപ്പോ ഈ നിശബ്ദതയ്ക്ക് ശേഷം സച്ചിദാനന്ദ മാഷുമായി ബന്ധപ്പെട്ട ഒരു ഇത് വരുന്നു. അദ്ദേഹം ഗവൺമെന്റിന് തുടർഭരണം പോലും ആവശ്യമില്ല, അത് അനാവശ്യം, അത് ആപത്താണെന്നൊക്കെയുള്ള വളരെ നിശ്ചിതമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയാണ്. ആ മനുഷ്യൻ എത്രയോ കാലമായിട്ട് ഉന്നയിക്കുന്നു. അദ്ദേഹവും സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന മറ്റൊരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ചെയർമാനാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു നടപടിയുമില്ല. എന്റെ ചില മാധ്യമ സുഹൃത്തുക്കൾ ആ പശ്ചാത്തലത്തിൽ എന്നോട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഈ ആശാസമരത്തെക്കുറിച്ചൊന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പുറത്താക്കിയല്ലോ, എന്താണ് അവിടെ? അതൊരു ഇരട്ട നീതിയല്ലേ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ? ഞാനൊന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. തീർച്ചയായും ഇതൊരു ഇരട്ട നീതി തന്നെയാണ്. ഈ സച്ചിദാനന്ദ മാഷിനെ പോലെ ഒരു മഹാപ്രതിഭയെ, മഹാകവിയോട് എനിക്കൊരു താരതമ്യമില്ല. ഞാൻ ഒന്നും താരതമ്യം, ഞാനൊരു കേവലം ഒരു നടൻ മാത്രമാണ്. അദ്ദേഹം മലയാളികൾ മുഴുവൻ അറിയുന്ന കൊച്ചുകുഞ്ഞുങ്ങൾ പോലും അദ്ദേഹത്തിന്റെ കവിതകൾ അറിയും. അങ്ങനെ ഒരു മഹാകവി. പക്ഷെ ഞാൻ അതൊന്നുമില്ല. കേരളത്തിൽ മലയാളികൾ എത്ര പേര് എന്നെ അറിയുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അതുകൂടെ പറയട്ടെ, അദ്ദേഹം ആയിട്ട് താരതമ്യമല്ല. പക്ഷേ കേരളത്തിലെ സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ ഒരേ പ്രാധാന്യമുള്ള രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന സാഹിത്യ അക്കാദമിയും. അവിടുത്തെ ഒരേ പ്രാധാന്യമുള്ള, ഒരേ പ്രിവിലേജസ് ഉള്ള രണ്ട് ചെയർമാൻമാർ, അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയും ചലച്ചിത്ര അക്കാദമി, ആ രണ്ട് ചെയർമാൻമാർ എന്ന ആ ഔദ്യോഗിക പദവി, അത് മാത്രമാണ് താരതമ്യം. അല്ല, ഞങ്ങൾ രണ്ട് പേരും തമ്മിൽ ഒരു താരതമ്യവുമില്ല. പക്ഷെ ഈ ഔദ്യോഗിക പദവി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുല്യ പരിഗണന, തുല്യ പ്രാധാന്യം, തുല്യതയോടെ കാണേണ്ട ഒരേ പ്രാധാന്യമുള്ള രണ്ട് പദവികൾ. അവിടെ ഒരാളോട് ഒരു നീതിയും മറ്റൊരാളോട് നീതിയും. ഇപ്പോ ഏറ്റവും അവസാനമായി കേട്ടത് അദ്ദേഹത്തിന് ഇപ്പോ വീണ്ടും അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞതാണ്. ഇവിടുത്തെ എല്ലാ അക്കാദമികളുടെയും സംസ്കാര സ്ഥാപനങ്ങളുടെയും കാലാവധികൾ എന്നോ കഴിഞ്ഞതാണ്. ഇവിടെ ഒരു മാറ്റം വന്നില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സച്ചിദാനന്ദ മാഷിന് വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ സർക്കാർ അംഗീകരിക്കുന്നു, അത് ശരിവെക്കുന്നു, അതിനൊരു അംഗീകാരം എന്നോണം അദ്ദേഹത്തിന് വീണ്ടും ഇപ്പോ ഇത് നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളെ ഞാനും ഒക്കെ പിന്തുണയ്ക്കാം. അത് പറയട്ടെ. ഇടതുപക്ഷം
എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടിപിടിക്കുന്നവരും എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മുൻനിർത്തുകയും ചെയ്യുന്ന എന്ന് പറയുന്ന ആൾക്കാരാണ്. താങ്കൾക്ക് അടുത്ത അവഗണന കിട്ടിയെന്ന് പറയുന്നു. എന്താണ് അല്ല പറയുന്നതാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് അല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മന്ത്രി ഒരു വാക്ക് പറയുന്നുണ്ട്, പ്രേംകുമാർ പക്ഷം പറയുന്നുണ്ട്. അതേസമയം എന്താണ് പ്രേംകുമാറിന്റെ അടുത്ത നിലപാട്? പാർട്ടിയുമായിട്ട് യോജിക്കുന്നില്ല എന്ന് അല്ല, എനിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്പേസിൽ തുടരാൻ എനിക്ക് പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ എന്റെ ഒരു തീരുമാനം. വേറെ ഒരു തീരുമാനത്തിലേക്കും പോയിട്ടില്ല. മറ്റൊരു ചർച്ചകളോ മറ്റൊരു യാതൊരു കാര്യങ്ങളോ അതിനെക്കുറിച്ചില്ല. അഭിപ്രായം എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഒരു സുപ്രഭാതത്തിൽ നിശബ്ദമാകണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പറയേണ്ട അഭിപ്രായങ്ങൾ പറയണം. അതിന് പറയാൻ പറ്റിയ സ്പേസിൽ മാത്രമേ ഞാൻ നിൽക്കൂ. അത്രയേ ഉള്ളൂ. ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയം തന്നെ, എന്റെ മനസ്സിൽ കൃത്യമായ രാഷ്ട്രീയവും വ്യക്തമായ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ അതൊരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒന്നും എന്റെ മനസ്സിൽ ഇതുവരെയുള്ള ഒരു അജണ്ടയേ അല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോഴും പറയുകയാണ്. ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. ഉറച്ച ദൈവവിശ്വാസി. എന്റെ ജീവിതത്തിൽ ഞാനൊന്നും ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് ഇങ്ങനെ വലിയ ജീവിത വിജയങ്ങളൊക്കെ ഇങ്ങനെ കണക്കുകൂട്ടി എന്തെങ്കിലും എന്താണ് ഭാഗ്യമോതിരങ്ങളോ അങ്ങനെയുള്ള ചരടുകൾ കെട്ടുകയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നും ചെയ്യാതെ വളരെ സ്വസ്ഥമായി അങ്ങനെ അത് പരിശോധിക്കാം. അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരാളാണ്. ഒരു ജീവിത വിജയത്തിന് വേണ്ടി ഒരു കുറുക്കു വഴിയും ആലോചിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരം ഒരു തിരഞ്ഞെടുപ്പ് മത്സരം അതൊന്നും എന്റെ സ്വപ്നത്തിലേ ഇല്ല. പക്ഷേ നാളെ എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അതാണ് എന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ഈ നിമിഷം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഈ നിമിഷം എന്റെ മുമ്പിൽ ബ്ലാങ്ക് ആണ്. വേറെ ഒന്നുമില്ല, ഒരു ചർച്ചയുമില്ല, ഒന്നുമില്ല. പി കൃഷ്ണപിള്ളയുടെ കഥാപാത്രത്തെ സ്വാംശീകരിക്കാനുണ്ടായ കമ്മ്യൂണിസ്റ്റ് അറിവുകൾ, ഇദ്ദേഹം 35 വർഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായിരുന്നു എന്നും പറഞ്ഞു. ഇപ്പോഴിദ്ദേഹത്തെ അന്യായമായി സ്ഥാനഭ്രഷ്ടനാക്കിയതിൽ നിന്നും ആ കമ്മ്യൂണിസ്റ്റ് മനസ്സ് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോഴും കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ മഹോന്നതമായ ഒരു സങ്കല്പം, ആശയം അതെന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആ കമ്മ്യൂണിസം എന്നതിന്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത അത് ഒരിക്കലും ആർക്കും പുറത്താക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് സർക്കാർ കമ്മ്യൂണിസത്തിന് വിധേയമായി അല്ല ഇപ്പൊ ഭരിക്കുന്നത് എന്നൊരു തോന്നലുണ്ടോ? ഞാൻ അത്തരം ഒരു അഭിപ്രായ പ്രകടനങ്ങളിലേക്കും പോകുന്നില്ല. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്നിപ്പോ രാജ്യത്ത് വർഗീയതയ്ക്കെതിരെ മതേതരത്വം സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ ഇന്ന് രാജ്യത്ത് ഒന്നിച്ചു നിന്ന് പോരാടേണ്ട പ്രസ്ഥാനങ്ങളാണ്. അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആയാലും നമ്മുടെ ഈ ഇടതുപക്ഷ കക്ഷികളായിരുന്നാലും ഈ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ഒരു വിഷയമെന്ന് പറയുന്നത് വർഗീയതയാണ്. അത് ഫാസിസമാണ്. അത്തരം ഇതിന് എതിരെ ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ ദേശീയ തലത്തിൽ അതിനെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ ബദലായിട്ട് ഞാൻ കാണുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ്. മഹാനായ നെഹ്റു വിഭാവനം ചെയ്ത നെഹ്റുവിന്റെ സോഷ്യലിസവും ജനാധിപത്യവും മതേതരത്വവും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അതൊക്കെ തന്നെയാണ് ഇന്നും ഇന്ത്യയുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ ഒരു ദീർഘദർശിയായ ഒരു ലോക നേതാവ്, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അതിപ്പോ ആ അർത്ഥത്തിൽ അതൊക്കെ ഇവിടെ പ്രായോഗികമാവുന്നു എന്നുള്ളത് മറ്റൊരു. അപ്പോ ദേശീയ തലത്തിൽ ഇന്ന് നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു അപജയമുണ്ടായാൽ അത് രാജ്യത്തിന് അപകടമാകും എന്ന് വിശ്വസിക്കുന്നു. അതിന് ശക്തി പകരേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം അത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനങ്ങളാണ്. അത് ഭിന്നിച്ചു നിൽക്കേണ്ട യാതൊന്നുമില്ല. ഒന്നിക്കുന്ന ഒരു സമൂഹം മനുഷ്യരെ ഒന്നിപ്പിക്കേണ്ടതാണ്. മനുഷ്യരൊന്നിച്ചു നിൽക്കേണ്ടതാണ്. ആ ഒന്നിപ്പിക്കാൻ ഇന്നിപ്പോ ഭിന്നിപ്പിക്കാനും പകയുടെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്ന ഏറ്റവും ആപൽക്കരമായ വർത്തമാനകാലത്ത് ഇത്തരം പ്രസ്ഥാനങ്ങൾ, ഇത്തരം ജനാധിപത്യ മതേതരത്വ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ച് പോകണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ പ്രധാനമായി ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്ലീപ്പേഴ്സ് ഉണ്ടാവും, പ്രധാനമായി ചർച്ച ചെയ്യും പല പാർട്ടികളും. ഞാൻ എവിടെ നിന്നും പുറത്തിറങ്ങുകയോ അകത്ത് കയറുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ സ്വതന്ത്രമായി നിൽക്കുന്നു. എന്നൊരു ചുമതല ഏൽപ്പിച്ചു, ഞാനത് ചെയ്തു. ഇപ്പൊ ആ ചുമതലയിൽ നിന്ന് മാറി ഇപ്പൊ ഞാനിങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായും നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ചില ചർച്ചകൾ അവർക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. പലരും എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ നേരിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ നേരിലല്ല, ഫോണിൽ കൂടി പലരും സംസാരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും ഒരു അവസാന ഒരു വാക്കിലേക്കൊന്നും എത്തിയിട്ടില്ല.
അത്തരം ചർച്ചകളിലൊക്കെ ഒന്നും പോയില്ല. ആദ്യം ഇവിടെ നിന്നൊരു എന്തെങ്കിലും ഒരു മാറ്റം എന്നുള്ള രീതിയിലെങ്കിലും അതിനൊരു വ്യക്തത വരട്ടെ. അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ അത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല. അല്ല, അതൊന്നും ഞാൻ പറയില്ല. നാളത്തെ കാര്യമൊന്നും എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും മത്സരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും അവസ്ഥ വന്നാൽ എനിക്കറിയില്ല. നമുക്കത് അപ്പോൾ സംസാരിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഊഹാപോഹങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞാൻ. പ്രധാനമായി കോൺഗ്രസിലേക്ക് ചേരണം എന്നുള്ള ചർച്ചകളാണോ ഉണ്ടായത്? അതും സജീവമായിട്ടുണ്ട്. അവരുടെ കൂടെ നിൽക്കണം എന്ന് അവരുടെ ആവശ്യമുണ്ട്. താങ്കളുടെ ആവശ്യം അവർ കേട്ടിരുന്നു? ഞാനൊരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ അത്തരം ഒരു ചർച്ചകളിലേക്ക് പോയിട്ടില്ല. അവര് പലരും ചർച്ചയ്ക്ക് സന്നദ്ധമായിട്ട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഇല്ല, ഇപ്പൊ ഒരു യാത്രയും എനിക്കില്ല. ഇപ്പൊ എന്റെ ഫാമിലിയൊക്കെ ആയിട്ടുള്ള ചില യാത്രകൾ മാത്രമാണ് പോകുന്നത്. അല്ല, അത് അദ്ദേഹം അന്ന് രാവിലെ എന്നെ ഒന്ന് വിളിച്ചു കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഒരു യാത്രയുണ്ട്, അത് കഴിഞ്ഞ് രാത്രി ഉണ്ടാവും. അല്ല, പറയട്ടെ, രാത്രി ഉണ്ടാവും. രാത്രി പക്ഷെ എത്ര മണിയൊന്നോ സമയമൊന്നോ ഞാൻ പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഒരു വൈകുന്നേരം ഏതോ സമയത്തോടെ വന്നു എന്നറിഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ വന്നില്ല. ആ സമയത്ത് ഉണ്ടായില്ല. വേദിയിൽ കൂടുതൽ ആൾക്കാരുള്ളത് കോൺഗ്രസ് ശ്രദ്ധിക്കണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഈ കോൺഗ്രസിനുള്ളിൽ നേതാക്കന്മാർ കൂടുതലുണ്ട് എന്ന് പറയാതെ പറഞ്ഞത് തന്നെയല്ലേ? അത് തീർച്ചയായിട്ടും ഒരു സത്യമാണ്. കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു വേദിയിൽ ആവശ്യമുള്ള ആൾക്കാരാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ പലപ്പോഴും ഞാൻ ഇതൊന്ന് പറഞ്ഞ് ഒഴിപ്പിക്കട്ടെ. അപ്പൊ പലപ്പോഴും വേദിയിൽ ആവശ്യമില്ലാത്ത ഒരുപാട് പേരുടെ ഒരു തിക്കിത്തിരക്കും തള്ളിക്കയറ്റവും ഒക്കെ ഉണ്ടാകാറുണ്ട്. കോട്ടയത്ത് പോയപ്പോഴും അങ്ങനെ ഒരു ചെറിയ ഒരു ലക്ഷണം കണ്ടു. പക്ഷെ പിന്നീട് അത് നേതാക്കളൊക്കെ തന്നെ ഇടപെട്ട് അതിനെ ഒന്ന് ശാന്തമാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഈ ജനാധിപത്യം കൂടി പോകുമ്പോഴാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നേതാക്കൾ ഇടപെട്ട് വേദിയിൽ ആരൊക്കെയാണ് ആവശ്യമുള്ളത് അതിലൊക്കെ ഒരു ചിട്ടയും അങ്ങനെ ഒരു ഇത് വേണമല്ലോ. അത് എല്ലായിടത്തും ഒരു ഡിസിപ്ലിനാണ്. അതവിടെയും പറഞ്ഞു. ഞാനങ്ങനെയാണ്, എനിക്ക് അഭിപ്രായം പറയേണ്ടടുത്ത് അത് ഞാൻ കൃത്യമായി പറയും. അത് അവരത് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഉൾക്കൊള്ളുന്നത്, അത്രയേ ഉള്ളൂ. ഇല്ലല്ല, അത്തരം ചർച്ചകളോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നിട്ടില്ല. കാണണം, സംസാരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പൊളിറ്റിക്സ് കേരള ആസന്നമായ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷം ജയിക്കണമെന്നാണോ വലതുപക്ഷം ജയിക്കണമെന്നാണോ ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ? എന്റെ ആഗ്രഹത്തിന് പ്രസക്തിയില്ല, അത് ജനം തീരുമാനിക്കും. എന്റെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ കൃത്യമായി വോട്ട് ചെയ്യും. മറ്റു കാര്യങ്ങളൊക്കെ ജനം തീരുമാനിക്കും. അല്ലെ ഞാനെങ്ങനെയാ അത് പറയുക? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.